പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് നമ്മുടെ ക്ഷീരമേഖല വളരേണ്ടത് ഈ കാലത്തിന്റെയും ആവശ്യകതയാകുന്നു. ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന സ്വപ്നത്തിലേക്ക് മുന്നേറുന്നതിനൊപ്പം ഇതിൽ നിന്നും പിന്തിരിയാതെ അടിയുറച്ചു നിൽക്കാൻ ക്ഷീരകർഷകരെ പ്രചോദിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് കർഷക ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രസക്തി. ക്ഷീരകർഷകർക്ക് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിന് ചുക്കാൻ പിടിക്കുന്ന സ്ഥാപനമാണ് ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ്. ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായും അതിലൂടെ ക്ഷീരമേഖലയുടെ വളർച്ചയ്ക്കായും ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ബൈജു കെ അലക്സ് പറഞ്ഞു തരുന്നു. ഏതൊരു കൃഷിയെയും സംബന്ധിച്ചിടത്തോളം ആ കാർഷിക മേഖലയിൽ ഏറ്റവും പരമാവധി ഉൽപാദനം നടത്തുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് അതിൽ പണിയെടുക്കുന്ന കർഷകരുടെ ക്ഷേമം എന്ന് പറയുന്നത്. ക്ഷീരവികസന മേഖലയായാൽ പോലും അതൊരു കാർഷിക വൃത്തിയാണ്. അവിടെയും പണിയെടുക്കുന്ന കർഷകരുടെ ക്ഷേമം വളരെ പ്രധാനമാണ്. ഇത് മുൻനിർത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ്. ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായി ഒട്ടനവധി സഹായ പദ്ധതികളാണ് ബോർഡ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് പദ്ധതികളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട സഹായം ബോർഡിൽ നിന്ന് ലഭിക്കുന്നത് തീർച്ചയായും പെൻഷനാണ്. അപ്പോൾ പെൻഷന്റെ ഒരു യോഗ്യത അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ? ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ക്ഷീരകർഷകർ ഏകദേശം 2,80,000 പേരുണ്ട്. അവര് ക്ഷീര സഹകരണ സംഘങ്ങളിൽ പാലളക്കുന്ന കർഷകരാണ്. അവരിൽ നിന്നാണ് പെൻഷനർമാർക്കുള്ള ഒരു യോഗ്യത നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ പെൻഷൻ ഡേറ്റാബേസിൽ പേരുള്ള കർഷകർക്ക് പെൻഷൻ അപേക്ഷിക്കുന്നത് ചെറിയ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അത് 60 വയസ്സ് തികയുമ്പോൾ 5 വർഷം പാർലമെന്റിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ വെബ്സൈറ്റ് മുഖേന അപ്ലോഡ് ചെയ്യാവുന്ന ഒരു അപേക്ഷയായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ സംവിധാനമുള്ളത്. കഴിഞ്ഞ വർഷം മുതൽ അങ്ങനെയാണ്. നേരിട്ട് തന്നെ അവർക്ക് അപേക്ഷിക്കാം. നേരിട്ട് തന്നെ അപേക്ഷിക്കാം. നേരിട്ട് അപേക്ഷിക്കുന്ന അപേക്ഷ ആ പ്രാദേശിക ക്ഷീരസംഘത്തിന്റെ സെക്രട്ടറിയുടെ പരിശോധനയ്ക്കായിട്ട് ലഭ്യമാകുന്നു. ലഭ്യമാകുന്നു പറയുമ്പോൾ മാനുവലായിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ടല്ല, കമ്പ്യൂട്ടറിൽ ലഭ്യമാകുന്നു. അദ്ദേഹത്തിന്റെ പരിശോധന പാലനവുമായി ബന്ധപ്പെട്ട പരിശോധനയാണ്. അദ്ദേഹത്തിന്റെ സംഘത്തിൽ അദ്ദേഹം ഈ കർഷകൻ അളർന്ന പാലിനെ സംബന്ധിച്ച് പരിശോധനകൾ പൂർത്തിയാക്കുമ്പോൾ അത് പ്രാദേശികമായിട്ടുള്ള ബ്ലോക്കിലെ ക്ഷീരവികസന ഓഫീസറുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമാകുന്നു. അദ്ദേഹത്തിന്റെ പരിശോധനകൾ പൂർത്തിയാക്കി ജില്ലാതല ഓഫീസിൽ അത് ലഭിക്കുന്നു. അദ്ദേഹം അത് പെൻഷൻ ബോർഡിന് അയക്കുന്നു, ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന് അയക്കുന്നു. ഓഫീസിലെ പരിശോധനകൾക്ക് ശേഷം ബോർഡ് ഇദ്ദേഹത്തിന്റെ പെൻഷൻ യോഗ്യത അംഗീകരിക്കുന്നു. അതാണ് പ്രോസസ്. എത്ര രൂപയാണ് ഇപ്പോൾ നിലവിൽ പെൻഷനായിട്ട്? 500 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത് പ്രതിമാസം. ക്ഷീരമേഖല എന്ന് പറയുമ്പോഴേക്കും പകലന്തിയോളം പണിയെടുക്കേണ്ടി വരുന്ന കർഷകരാണ്. പക്ഷെ വളരെയധികം അധ്വാനവും ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരോഗ്യ പരിരക്ഷ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആരോഗ്യ രംഗത്ത് അവർക്ക് വേണ്ട ചികിത്സാ സഹായമായി ഒക്കെ ഏതൊക്കെ രീതിയിൽ ബോർഡിന് സഹായിക്കാൻ സാധിക്കുന്നുണ്ട്? ക്ഷീരസുരക്ഷാ പദ്ധതി എന്ന തലക്കെട്ടോടുകൂടിയ ഒരു പദ്ധതിയാണ് ഇതിനുവേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത്. വർഷാവർഷം സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെയാണ് ഇതിനകത്തെ പദ്ധതി ഘടകങ്ങൾ നിർവഹിക്കപ്പെട്ടു വരുന്നത്. പ്ലാൻ ഫണ്ട് വിഹിതത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയായതുകൊണ്ട് തന്നെ അതിനൊരു പരിമിതിയുണ്ട്. ഒരു നിശ്ചിത തുക അതിന് നീക്കിവെക്കുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ്. 50 ലക്ഷത്തോളം രൂപയാണ് ശരാശരി എല്ലാ വർഷവും അതിനുവേണ്ടി ലഭ്യമാകുന്നത്. ക്ഷീരസുരക്ഷാ പദ്ധതിயின் കീഴിൽ കവർ ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്. അപകട മരണം, അതിന് 50,000 രൂപ വരെ ഒരു ധനസഹായത്തിന് അർഹതയുണ്ട് പരമാവധി. സ്ഥിരമായ അംഗവൈകല്യം, അതിന് പരമാവധി 10,000 രൂപ. മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് പരമാവധി 15,000 രൂപ. പകർച്ചവ്യാധികളുടെ ചികിത്സയ്ക്ക് പരമാവധി 2,000 രൂപ. ജന്തുജന്യ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് 2,000 രൂപ പരമാവധി. പാമ്പുകടി, പേവിഷബാധ എന്നിവയ്ക്കൊക്കെ 2,000 രൂപ. ശസ്ത്രക്രിയ ആവശ്യമില്ലാത്ത പരിക്കുകൾക്ക് 2,000 രൂപ പരമാവധി. ഈ തുകകളെല്ലാം നൽകുന്നത് ഈ പരമാവധിയായിട്ടുള്ള തുകയാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടറുടെ ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ തുക നിർണ്ണയിക്കുന്നത്. ഇതിന്റെ അപേക്ഷയുടെ ക്രമം എങ്ങനെയാണ്? എല്ലാ അപേക്ഷകൾക്കും ഒരേ പാറ്റേൺ തന്നെയാണ്. കർഷകന്റെ അപേക്ഷയ്ക്ക് ഒരു ഫോം മാത്രമേ മാറുന്നുള്ളൂ. ആ ഫോമിൽ പൂരിപ്പിച്ചത് പ്രാദേശികമായ സംഘം സെക്രട്ടറി മുഖേന അവിടുത്തെ ബോർഡിന്റെ സാക്ഷ്യപ്പെടുത്തലോടുകൂടി ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസറുടെ പരിശോധനയ്ക്ക് ശേഷം ജില്ലാ ഓഫീസർ സംസ്ഥാന ഓഫീസിലേക്ക് അയക്കുകയും സംസ്ഥാന ഓഫീസിൽ അതിന്റെ ഒരു അർഹതാ പരിശോധനയ്ക്ക് ശേഷം പാസ്സാക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ കർഷകർ എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായും സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ കൂടിയാണ്. ഇപ്പോൾ ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട്, വിവാഹമുണ്ട്. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടി സഹായിക്കേണ്ടത് തീർച്ചയായും ഒരു കടമ തന്നെയാണ്. ഇതിൽ ബോർഡിന്റെ പങ്കെന്താണ്? പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായമായി ഒരു തുക 5,000 രൂപ അനുവദിക്കാനായിട്ട് ബോർഡിന് ഒരു പദ്ധതിയുണ്ട്. വിദ്യാഭ്യാസ ധനസഹായത്തിൽ പെടുത്തി 10ാം ക്ലാസ് പാസ്സാകുന്നവർ, 12ാം ക്ലാസ്, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയ്ക്കുള്ള ഒരു സഹായം നൽകാനുള്ള പ്രൊവിഷൻ
ബോർഡിനുണ്ട്. അതിന്റെയും ഒരു അപേക്ഷാ ക്രമം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. രേഖകളുടെയും വേണ്ടിവരുന്ന രേഖകൾ അതിന് റിലവന്റ് അതിന് വേണ്ടിവരുന്ന രേഖകൾ ആയിരിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മരണാനന്തര ധനസഹായത്തിനോടൊപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റ്, വിവാഹ ധനസഹായത്തോടൊപ്പം മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസ ധനസഹായത്തോടൊപ്പം പഠിച്ച കോഴ്സിന്റെ സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ. തീർച്ചയായിട്ടും. ഇങ്ങനെ നിരവധിയായ ധനസഹായങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ ഇതിനൊക്കെയുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് ബോർഡ് ക്ഷേമപ്രവർത്തനങ്ങൾക്കെല്ലാമുള്ള ഫണ്ട് കണ്ടെത്തുന്നത്? ബോർഡിന്റെ ഫണ്ടിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ക്ഷീരസംഘങ്ങളും മിൽമയും കളക്ട് ചെയ്ത് വിൽക്കുന്ന പാലിന്റെ വിൽപ്പന വിലയ്ക്ക് ആനുപാതികമായി അവർ അടയ്ക്കുന്ന ഒരു അംശദായത്തിൽ നിന്നാണ്. ഇതുകൂടാതെ പാലിളക്കുന്ന ഓരോ കർഷകനും അവരുടെ ഒരു മാസിക വിഹിതമായി 20 രൂപ വീതം അടയ്ക്കുന്നുണ്ട് സംഘം മുഖേന. ഇതാണ് ബോർഡിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം. എന്തൊക്കെയാണ് ബോർഡിന് മുമ്പിൽ ഇപ്പോഴുള്ള ഭാവി പരിപാടികൾ? കമ്പ്യൂട്ടർ ശൃംഖലകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിനിമയ സംവിധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പൊതുവെ എല്ലാ മേഖലകളിലും. ക്ഷീരകർഷക ക്ഷേമനിധിയിൽ ഇതിന്റെ ഒരു ഉപയോഗം, അതിന്റെ ഒരു പ്രയോജനം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോഴ് അപേക്ഷ സ്വീകരിക്കുന്നത് മുതൽ പെൻഷൻ കർഷകന്റെ അക്കൌണ്ടിലെത്തുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത്. ഒരു പേപ്പർ രഹിത ആയിട്ടുള്ള ഒരു സംവിധാനം എന്ന് തന്നെ പറയാം. പരിശോധനകളും പണം അയക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും എല്ലാം ഈ ശൃംഖലയിലാണ് നടക്കുന്നത്. ഇപ്പോഴ് SBTയുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അത് മാറിയിട്ട് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഭാവിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കർഷകന്റെ ഏത് ബാങ്കാണെന്ന് നോക്കാതെ അവരുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൌണ്ട് ഏതാണോ അതിലേക്ക് അവർക്ക് കിട്ടത്തക്ക വിധം അതിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്ന്, കർഷകരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും ജീവിച്ചിരിക്കുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് വരുന്ന മുറയ്ക്കാണ് ജീവിച്ചിരിക്കുന്നവർക്കുള്ള പെൻഷൻ നൽകി വരുന്നത്. അത് ഇപ്പോൾ തന്നെ ക്ഷീരസചേതന എന്നൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ അവരവരുടെ കൈവിരൽ പതിപ്പിച്ച് അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ വരുത്തി ഓൺലൈനായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതായത് ഇടുക്കിയിലുള്ള ഒരു കർഷകന് അവിടെയുള്ള ഒരു ബയോമെട്രിക് ഡിവൈസിലൂടെ അദ്ദേഹത്തിന്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഒരു ആധാർ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഒത്തുനോക്കലിൽ കൂടെയാണ് സാധിക്കുന്നത്. കർഷകർ അവരവരുടെ ആധാർ നമ്പരും പേരും ക്ഷീരവികസന ഓഫീസ് മുഖേന നൽകി അവരുടെ ഡേറ്റാബേസിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ കർഷകർക്ക് പിന്നെ ഒരു ഓഫീസറെ ആശ്രയിക്കാതെ തന്നെ അവരവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കും. മറ്റൊന്ന് ഉദ്ദേശിക്കുന്നത് അംശദായത്തിന്റെ ഒരു പിരിവ് നടക്കുന്നത് ഇപ്പോൾ സാധാരണ രീതിയിലാണ്. സംഘത്തിൽ നിന്ന് പണം ബാങ്കിലടച്ച് അതിന്റെ ചെല്ലാൻ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകി അത് പരിശോധിച്ച് ആണ് അംശദായത്തിന്റെ ഒരു പിരിവെടുക്കൽ നടക്കുന്നത്. അത് മാറിയിട്ട് ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള, ഓൺലൈനായിട്ട് അവരുടെ അംശദായ അടവിന്റെ വിവരങ്ങൾ വ്യൂ ചെയ്യാനുള്ള, അവർക്ക് അവരുടെ റിപ്പോർട്ട് എടുക്കാനുള്ള ഒരു സംവിധാനം താമസിയാതെ നിലവിൽ വരും. എല്ലാ കാര്യങ്ങളും, എല്ലാ അപേക്ഷകളും, എല്ലാ കമ്മ്യൂണിക്കേഷനുകളും ഓൺലൈനായി മാറുന്ന നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ബോർഡ് മുമ്പോട്ട് പോകുന്നത്. താങ്കളുടെ ഒരു അനുഭവത്തിൽ ഈ ഓൺലൈൻ രീതിയിലുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ഓൺലൈൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പറഞ്ഞ ഒരു ഓട്ടോമേഷൻ അത് എത്രത്തോളം പ്രയോജനകരമായി തീർന്നിട്ടുണ്ട്? തീർച്ചയായും ഇത്രയും ഒരു എണ്ണം 2,88,000 പേരുടെ ഡേറ്റ കൈകാര്യം ചെയ്യൽ, 70,000-ഓളം കർഷകരുടെ പെൻഷൻ പേയ്മെന്റ് മാസം തോറും കൈകാര്യം ചെയ്യൽ, അതിൽ മരിച്ചുപോയവരുടെ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യൽ, ലൈഫ് സർട്ടിഫിക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്തില്ലാത്തവരുടെ പെൻഷൻ ബ്ലോക്ക് ചെയ്യൽ, ബാങ്ക് അക്കൌണ്ട് തെറ്റിപ്പോയതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കൽ, ഇതെല്ലാം നടക്കുന്നത് മാനുവലായിട്ടുള്ള ഒരു സ്ഥിതിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ പ്രവർത്തനം പല ഘട്ടങ്ങളിലും മുടങ്ങിപ്പോയേനെ. തീർച്ചയായിട്ടും ഇതിങ്ങനെ മാസം തന്നെ ഇത് നടന്നു പോകുന്നത് ഈ ഒരു ടെക്നോളജിയുടെ സഹായത്താൽ തന്നെയാണ്. അതിനകത്തേക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആഡ് ഓൺസ് കൊണ്ടുവരാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതാണ് ഈ പറഞ്ഞ ക്ഷീരസചേതന പോലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനുള്ള സംവിധാനവുമൊക്കെ. ഇപ്പൊ നമ്മൾ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാന്ന് പറയുമ്പോഴേക്കും ഒരുപക്ഷെ അതത്ര പരിചിതമല്ലാത്ത ഒരു സംഖ്യ ആളുകളുമുണ്ട്. അവരെ സഹായിക്കുവാൻ വേണ്ടി ഇപ്പോൾ മറ്റേതെങ്കിലും പ്രാദേശികമായ സംഘടനകളോ അല്ലെങ്കിൽ സഹായ കേന്ദ്രങ്ങളോ നിലവിലുണ്ടോ? പ്രാദേശികമായിട്ട് കേരള ഗവൺമെന്റിന്റെ ഒരു അംഗീകൃത ഏജൻസി എന്ന് പറയുന്നത് തീർച്ചയായും അക്ഷയ കേന്ദ്രങ്ങളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്ഷയ കേന്ദ്രങ്ങളുണ്ട്. ഗ്രാമീണ സംവിധാനത്തിലെ ഒരു ഡിജിറ്റൽ നട്ടെല്ലായിട്ട് കരുതപ്പെടുന്നത് അക്ഷയ കേന്ദ്രങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളെ തന്നെയാണ് ഞങ്ങൾ ഒന്ന് ആശ്രയിച്ചിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾക്കും നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള ക്ഷീരസഹകരണ സംഘങ്ങൾക്കും നമ്മുടെ തന്നെ ഉദ്യോഗസ്ഥർക്കും ക്ഷീരവികസന വകുപ്പിലെ ക്ഷീരവികസന ഓഫീസർമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കും ജില്ലാതല ഓഫീസർമാർക്കും എല്ലാം ഇതിനാവശ്യമായ പ്രായോഗിക പരിജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത് വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കും പുതിയതായിട്ട് വരുന്ന ഒരാൾക്കും വെബ്സൈറ്റിൽ
കയറി കുറച്ച് നാള് അതിനെ കുറച്ച് നോട്ടം നടത്തിയാൽ തീർച്ചയായിട്ടും അത് പരിചയപ്പെടാവുന്നതേ ഉള്ളൂ. ആ രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും ആവശ്യമായ ഹെൽപ്പ് ടെക്സ്റ്റുകളും കൈപ്പുസ്തകങ്ങളും ഫോമുകൾ ഡൌൺലോഡ് ചെയ്യാൻ ആവശ്യമായ സൌകര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഓരോ ഏരിയയിലുമുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാം ഡീറ്റെയിൽസ് സിംഗിൾ ക്ലിക്കിൽ ലഭിക്കാൻ പാകത്തിന് സംഘത്തിലെ സെക്രട്ടറിയുടെ മുതൽ ജില്ലാതല ഓഫീസർമാരുടെയും സ്റ്റേറ്റ് ഓഫീസർമാരുടെയും വരെ നമ്പറുകളും വിവരങ്ങളും എല്ലാം ലഭിക്കാൻ പാകത്തിന് നല്ല ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംവിധാനം അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ വളരെയധികം സുതാര്യമായി കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴും പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പരാതികൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഇതിന്റെ ഉപഭോക്താക്കളായ കർഷകർക്ക് പൊതുസമൂഹത്തിൽ ഉണ്ടാവാം. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് ഏതൊക്കെ രീതിയിലാണ് ആ പരാതികൾക്ക് പരിഹാരം തേടാൻ പറ്റുക? പ്രാദേശികമായിട്ട് ക്ഷീരസഹകരണ സംഘങ്ങൾ തന്നെ തീർപ്പാക്കാവുന്ന കുഞ്ഞു കുഞ്ഞു പരാതികൾക്കൊക്കെ കർഷകർക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും അവിടെ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പരിഹാരം ഉടനടി ഉണ്ടാകും. മറ്റുള്ളവയ്ക്ക് തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുള്ള സഹായം വരുന്നത് ക്ഷീരവികസന വകുപ്പിന്റെ ബ്ലോക്ക് തല ഓഫീസർമാരായ ക്ഷീരവികസന ഓഫീസർമാരുടെ ഓഫീസിൽ നിന്നാണ്. ക്ഷീരവികസന ഓഫീസറെ കൂടാതെ ഡയറി ഫാം ഇൻസ്പെക്ടർമാരും അവിടെ ഉണ്ടാവും. അവരുടെ സഹായം തേടാം. പരിഹരിക്കപ്പെടാത്തവയ്ക്ക് ജില്ലാതലത്തിൽ ഒരു നോഡൽ ഓഫീസറുണ്ട്. നോഡൽ ഓഫീസറുടെയും അതല്ല എങ്കിൽ സംസ്ഥാന തലത്തിൽ സിഇഒയുടെ ഓഫീസിലും ഇതിനാവശ്യമായ സഹായം തേടാം. ഈ തേടാവുന്ന സഹായങ്ങൾ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിവരം ലഭിക്കുന്നതിനാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ സൈറ്റിൽ തന്നെ ലഭ്യമാണെന്ന് പറഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷ സമർപ്പിച്ചിട്ടും ഡേറ്റാബേസിൽ പേരില്ല എന്നുള്ള പരാതികളൊക്കെ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള കർഷകർക്ക് ഡേറ്റാബേസിൽ പേര് ചേർക്കുവാനായിട്ട് സഹായകമായ ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട്. അത് അതിനുവേണ്ടിയുള്ള അപേക്ഷയുമായി പ്രാദേശികമായിട്ടുള്ള ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസറെ സന്ദർശിച്ചാൽ അവരിതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കും. മറ്റൊന്ന്, ക്ഷീരസുരക്ഷയുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് ഒരുപാട് രേഖകൾ വേണ്ടിവരുന്നു എന്നുള്ളൊരു പരാതി കർഷകർക്കുണ്ട്. അത് പരിഹരിക്കുന്നതിനായി ക്ഷീര സുരക്ഷയിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആദ്യം ഒരു സിമ്പിൾ ഫോം വെബ്സൈറ്റിൽ നൽകുകയും അതിൽ കൂടി ലഭിക്കുന്ന അപേക്ഷകരുടെ രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിൽ നിന്ന് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് മാത്രം കർഷകർ അപേക്ഷകൾ ബാക്കിയുള്ള രേഖകൾ സമർപ്പിച്ചാൽ മതി എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് അടുത്ത വർഷം മുതൽ ക്ഷീരസുരക്ഷ എന്ന സംവിധാനം മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊരു പരാതി കർഷകരുടെ ഭാഗത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത് അവരുടെ പെൻഷൻ പേയ്മെന്റ് മുടങ്ങിപ്പോകുന്നു, ചില മാസങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനൊക്കെ തീർച്ചയായും ഒരു കാരണമുണ്ടാകും. ഒന്ന്, അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതായിരിക്കാം. മറ്റൊന്ന്, തൊട്ടുമുമ്പുള്ള മാസത്തെ അവരുടെ പെൻഷൻ കൊടുത്തത് ബാങ്ക് റിജക്ട് ചെയ്ത് തിരിച്ചു വന്നതുകൊണ്ടായിരിക്കാം. ബാങ്കിന്റെ ആ അക്കൌണ്ടിന്റെ ഓപ്പറേഷനിൽ തകരാറുള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാരണം എന്താണെന്ന് അറിയാനായിട്ട് കർഷകന് തന്റെ തന്നെ പ്രൊഫൈൽ പേജിൽ തിരഞ്ഞാൽ എന്നുവരെയുള്ള പെൻഷൻ എത്രാം തീയതിയിലൊക്കെയാണ് കിട്ടിയത് തുടർന്നുള്ള വിവരങ്ങൾ പുറകിലോട്ടുള്ള എല്ലാ വർഷങ്ങളിലെയും അവർക്ക് കാണാൻ പറ്റും. മുടങ്ങിപ്പോയ മാസത്തിന്റെ ആ ഡീറ്റെയിൽ പ്രാദേശിക ക്ഷീരസംഘം സെക്രട്ടറിയെയോ ക്ഷീരവികസന ഓഫീസറെയോ സമീപിച്ച് അവർക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതിനുള്ള പരിഹാരം ലൈഫ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതാണെങ്കിൽ അത് സമർപ്പിക്കാനും ബാങ്കിന്റെ അക്കൌണ്ടിലുള്ള തകരാറാണെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെയുള്ള നടപടി കർഷകർക്ക് എടുത്താൽ അത് പരിഹരിച്ചാൽ തീർച്ചയായും വീണ്ടും ഈ കമ്പ്യൂട്ടർ തലത്തിലുള്ള സംഭവമായതുകൊണ്ട് വീണ്ടും പെൻഷൻ അരിയർ സഹിതം അവർക്ക് ലഭിച്ചു തുടങ്ങും. ഇതുകൂടാതെ ക്ഷീരകർഷക ക്ഷേമനിധിക്ക് ഒരു ഹെൽപ്പ് വിഭാഗമുണ്ട്. അവരുടെ നമ്പറിലേക്ക് വിളിക്കാം. 0471 600 7171 ആണ് നമ്പർ. 0471 600 71 71. അതുകൂടാതെ നേരിട്ട് അപേക്ഷകൾ മുഖേനയോ ഫോൺ വിളിച്ചോ സിഇഒയെ ബന്ധപ്പെടാം. വെബ്സൈറ്റ് അഡ്രസ്, ക്ഷീരകർഷക ക്ഷേമനിധിയുടെ വെബ്സൈറ്റ് അഡ്രസ് ഇതാണ്: www.kdfwf.org. www.kdfwf.org. ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ബൈജു കെ അലക്സുമായി ശ്രീ സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശ്രീ ബൈജു കെ അലക്സിന്റെ ഫോൺ നമ്പർ ഇതാണ്: 9496326970. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9496326970. ഈ പരിപാടിയുടെ പ്രായോജകർ സംസ്ഥാന ക്ഷീരവികസന വകുപ്പ്. ചാണകത്തിന്റെയും ഗോമൂത്രത്തിന്റെയും നടുവിൽ നാടിനെ സമൃദ്ധമാക്കുവാൻ ജീവിതം ഹോമിക്കുന്നവർക്ക് വാർദ്ധക്യത്തിൽ ഒരു കൈത്താങ്ങ്. ക്ഷീരവികസന വകുപ്പിന്റെ ക്ഷീരകർഷക ക്ഷേമനിധി പെൻഷൻ. ക്ഷീരവൃത്തി ഒരു തൊഴിൽ മാത്രമല്ല, പാവനമായ ഒരു സംസ്കാരമാണ്. ക്ഷീരവികസന വകുപ്പുമായി കൈകോർക്കൂ. പാലുൽപാദന സ്വയം പര്യാപ്തത ഉറപ്പാക്കൂ.
നറുംപാൽ നൂര നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്കും ആരോഗ്യ സുരക്ഷയ്ക്കുമായി കഠിനാധ്വാനം ചെയ്യുന്ന കർഷകർക്കായി ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ക്ഷീരകർഷക ക്ഷേമനിധി പെൻഷൻ, കുടുംബ പെൻഷൻ, മരണാനന്തര ധനസഹായം, വിദ്യാഭ്യാസ വിവാഹ ധനസഹായങ്ങൾ ഇവ പ്രയോജനപ്പെടുത്തും.